സിനിമയിലെ ലഹരി ഉപയോഗത്തിൽ സെൻസർ ബോർഡിനെതിരെ നടി രഞ്ജിനി. മലയാള സിനിമ കൊറിയൻ സിനിമകളുടെ പാത പിന്തുടരുകയാണ്. മാർക്കോ, RDX സിനിമകൾക്ക് സെൻസർ ബോർഡ് എങ്ങനെ അംഗീകാരം നൽകിയെന്നാണ് രഞ്ജിനിയുടെ ചോദ്യം. ഇപ്പോ ഇങ്ങനത്തെ പടങ്ങൾ വന്നു ആൻഡ് ഇപ്പോ സെൻസർ ബോർഡ് തന്നെ അവർ ഉറങ്ങാനോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ബിക്കോസ് സെൻസർ ബോർഡ് ഇസ് നോട്ട് ഓൺലി ഫോർ സെക്സ്. അതല്ല, ഈ വയലൻസും നമുക്ക് കേർബ് ചെയ്യണ്ടേ. എനിക്ക് അത്ഭുതം തോന്നി എങ്ങനെ ഇങ്ങനത്തെ പടങ്ങൾ പുറത്തു വരുന്നത് എന്ന്. ബിക്കോസ് സെൻസർ ബോർഡ് ഉണ്ടെങ്കിൽ ഇതെല്ലാം വരാൻ പറ്റുമോ? ബിക്കോസ് എനിക്കറിയില്ല. ബിക്കോസ് ഇതുവരെ ഞാൻ ഒരുപാട് സെൻസർ ബോർഡ് നമ്മളുടെ സമയത്തിൽ സെൻസർ ബോർഡ് ഭയങ്കര ഇഫക്റ്റീവ് ആയിരുന്നു. ഓരോരു സീൻ വെക്കുമ്പോൾ തന്നെ ഡയറക്ടർ തന്നെ യോജിക്കും. സെൻസർ ബോർഡ് ഇസ് എ സെൻട്രൽ ബോർഡാണ്. പക്ഷേ നമുക്ക് ഒന്നുകൂടെ, ബിക്കോസ് ഇപ്പോ ഗവൺമെന്റ് കുറച്ചുകൂടെ ഗവൺമെന്റ് മേ ബി ഒരു കേരളത്തിക്ക് മാത്രം ഒരു സെൻസർ ബോർഡ് ഉണ്ടാക്കാൻ പറ്റും. ഐം ഹോപ്പിംഗ് നമ്മളുടെ ഗവൺമെന്റ് അത് ചെയ്യുമെന്ന്. കാരണം ഇതെല്ലാം ഇപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് നോക്കുമ്പോൾ ഇപ്പോ ഒരുപാട് യങ്സ്റ്റേഴ്സ് മർഡർ ചെയ്യും. പക്ഷെ ഇപ്പോൾ മൂവി മേക്കിംഗ് എന്ന് പറയുമ്പോ ഞാനത് കുറ്റം പറയുന്നില്ല. ബട്ട് ഐ എം സെയിങ് ദാറ്റ് നമുക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി വേണം. ഇത്രയ്ക്ക് നമുക്ക് വയലൻസ് കാണിക്കണോ? അതാണ് എന്റെ ചോദ്യം. ബിക്കോസ് ലൈക്ക് മൂവീസ് ലൈക്ക് മാർക്കോസും പിന്നെ RDX, ഈ ടൈറ്റിൽ തന്നെ എങ്ങനെ സെൻസർ ബോർഡ് അലൗ ചെയ്തു? RDX മീൻസ് വാട്ട് ഇറ്റ് ഇസ്, യുനോ, അതിന്റെ ബോംബ് മേക്കിംഗ് ഇതല്ലേ. അപ്പൊ ഇങ്ങനത്തെ എങ്ങനെ പണ്ട് സെൻസർ ബോർഡ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഈവൻ ടൈറ്റിലിൽ കൂടെ അവർ ഭയങ്കര ശ്രദ്ധിച്ചിരുന്നു അന്ന്. സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും രഞ്ജിനി 24-നോട്. സിനിമാ സെറ്റുകളിൽ പരിശോധന കർശനമാക്കണം. പോലീസ് പിടികൂടിയിട്ടും ഒരു താരത്തെ വെറുതെ വിട്ടതാണ് നമുക്ക് മുന്നിലുള്ള അനുഭവമെന്നും രഞ്ജിനി പറയുന്നു. ഉറപ്പായിട്ടല്ലേ, അതല്ലേ റിപ്പോർട്ടിൽ വന്നത്. ഒരു ജഡ്ജ് അങ്ങനെ കള്ളം പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അത് ഉറപ്പായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തില് ഡ്രഗ് പിടിച്ച് കേസ് എല്ലാം വെറുതെ പുറത്ത് വിടുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? പോലീസ് നല്ല രീതിയിൽ പിടിക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് കേസ് നടക്കും. കേസിൽ വരുമ്പോ അവര് പുറത്ത് വരുന്നുണ്ട്. യുനോ, സോ വെറുതെ വിടുക. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് ദ മെസ്സേജ് വി ആർ സെൻഡിങ്? സ്ട്രിക്റ്റ് ആയ ജഡ്ജ്മെന്റ് വേണം നമുക്ക്. ഓക്കെ, ഇവർ ഇൻഫ്ലുവൻസോ ഇവർ അവിടെയോ യുനോ, അത് നമുക്ക് ജസ്റ്റ് വെറുതെ വിടാൻ പറ്റൂല. എവ്രിബഡി ഈസ് ഈക്വൽ അണ്ടർ ദ ലോ. വി ആർ ഓൾ ബൗണ്ടഡ് ബൈ ദ ലോ. ആരും, നോ വൺ ഇസ് അബവ് ദ ലോ. കൊച്ചിയിൽ നിന്നും നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. നിതിൻ, യഥാർത്ഥത്തിൽ രഞ്ജിനി പറയുന്ന കാര്യങ്ങളിൽ പലതും പ്രസക്തമാണ്. തീർച്ചയായും. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, അതിനെ തുടർന്നുണ്ടായ ആക്രമണം, അതും വിദ്യാർത്ഥികൾ, യുവതലമുറയിൽപ്പെട്ട കുട്ടികളാണ് ഇതിലെല്ലാം വഴിതെറ്റി പോകുന്നത്. ഇതിൽ സിനിമകൾ വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് തന്നെയാണ് നടി രഞ്ജിനി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു വിമർശനം. അതിൽ ആവേശം, അതോടൊപ്പം തന്നെ റൈഫിൾ കപ്പ്, കൂടാതെ മാർക്കോ, RDX ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് എങ്ങനെ സെൻസർ ബോർഡ് അനുമതി നൽകിയെന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. നമുക്കറിയാം, സെൻസർ ബോർഡിന്റെ ഭാഗത്തും ഇത്തരം സിനിമകൾ എത്തുമ്പോൾ ഒരു വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്. മുൻകാലങ്ങളിൽ അത്തരമൊരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നൊരു നടപടി അല്ലെങ്കിൽ അത്തരമൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിൽ അതിലെല്ലാം തന്നെ വലിയ വീഴ്ച സംഭവിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ സെൻസർ ബോർഡ് ഉറക്കത്തിലാണോ എന്ന ചോദ്യമാണ് എന്തായാലും നടി രഞ്ജിനി ചോദിക്കുന്നത്. മാത്രമല്ല, മുൻകാലങ്ങളിൽ തന്നെ കാര്യക്ഷമമായ ഇടപെടൽ സെൻസർ ബോർഡിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരം ഇടപെടൽ ഉണ്ടാകുന്നില്ല. മുൻകാലങ്ങളിൽ സംവിധായകർ തന്നെ ഓരോ ഷോട്ടുകൾ എടുക്കുമ്പോൾ അതിൽ സെൻസർ ബോർഡ് ഇടപെടൽ ഉണ്ടാകുമെന്ന ആശങ്കയെല്ലാം തന്നെ പങ്കുവച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വയലൻസുകൾ ഇത്രയധികം വരുന്നൊരു സാഹചര്യത്തിൽ സെൻസർ ബോർഡ് കൃത്യമായി ഇടപെടൽ ഉണ്ടാകണം. അതിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഒരു സെൻസർ ബോർഡ് രൂപീകരിക്കണം എന്നൊരു ആവശ്യമാണ് നടി രഞ്ജിനി മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നിപ്പോൾ അത് രഞ്ജിനിയുമായി വിശദമായി സംസാരിച്ചു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഈ ലഹരി ഉപയോഗം അത് വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്ക തന്നെ സൃഷ്ടിക്കുന്നതെന്നാണ് നടി രഞ്ജിനി വ്യക്തമാക്കുന്നത്. എന്തായാലും സിനിമകൾ സെറ്റുകളിലെ ലഹരി ഉപയോഗം അത് വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം. കൂടാതെ മുൻ താരത്തെ, ഒരു പ്രമുഖ താരത്തെ ഇതിനു മുൻപ് തന്നെ ഈ ലഹരി കേസിൽ പോലീസ് പിടികൂടി. പക്ഷേ കൃത്യമായ ഇടപെടൽ അല്ലെങ്കിൽ അന്വേഷണം അതിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടാകണം എന്ന കാര്യം തന്നെയാണ് രഞ്ജിനി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത്. സ്കേൻ എന്തായാലും കാര്യമായി ചില സിനിമകൾക്കൊക്കെ സെൻസർ ബോർഡ്
എന്ത് വഴികളിലാണ് അംഗീകാരം നൽകിയതെന്നൊക്കെ ആലോചിക്കുന്ന ഒരുപാട് ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലഹരിയും ഹിംസയും നമ്മുടെ നാട്ടിൽ വേരി പിടിക്കുന്ന ഈ വേളയിൽ സർക്കാർ ഏജൻസികൾ നിലവിട്ട് പെരുമാറുന്നെങ്കിൽ അവരെയും നിയന്ത്രിച്ച് നിർത്തേണ്ടതുണ്ട്. അവർക്ക് ലഹരി പിടിക്കാൻ പാടില്ലല്ലോ.